നിൽക്കുന്നത് സൗദി അറേബ്യയിലുള്ള ഒരു കിടലായിട്ടുള്ള സ്ഥലത്താണ്. നമ്മുടെ വാദിൽ അജബ് തരത്തിലുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ വെള്ളച്ചാട്ടം അതുപോലെ തന്നെ ഫുള്ള് റോഡിലൊക്കെ കാണാൻ പറ്റും. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സൗദി അറേബ്യയിലുള്ള ഈ ഒരു വാദിൽ അജബിന്റെ മനോഹരമായ കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. സോ പ്ലീസ് കീപ് വാച്ചിങ്. ദിസ് ഈസ് ഷമീർ അലി ആൻഡ് വെൽക്കം ബാക്ക് ടു അലി വ്ലോഗ്. നമ്മളിവിടെ ഫുള്ള് വൈബായിട്ടുള്ള ടീമിനെ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ നല്ല എന്താ പറയാ ഫുള്ള് ബാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് അവരെ കൊണ്ട് കുറച്ച് പാട്ട് പാടിപ്പിച്ചു വെക്കാം. ഇവിടെ വന്നിട്ട് ആളുകൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതാണ്ടോ നല്ല ഫുഡൊക്കെ ഇങ്ങനെ വേവിക്കുന്നുണ്ട്. ഷായ് അപ്പോൾ നമ്മളങ്ങനെ വാദിൽ അജബിൻ്റെ താഴെ ഭാഗത്തുള്ള ഫുഡ് ഉണ്ടാക്കുന്നതും ആൾക്കാർ ഡാൻസും പാട്ടുമായിട്ടുള്ള ആ ഒരു കാഴ്ചകൾ കണ്ടില്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ ഇതിൻ്റെ മുകൾക്കുണ്ടോ, ഇതിൻ്റെ മുകളിലേക്ക് ആ വെള്ളം വരുന്ന സംഭവങ്ങളൊക്കെ കാണാൻ ഒരു നല്ല അത്യാവശ്യം പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെ ഒക്കെ നടന്നിട്ടുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമുക്കിനി ആ ഒരു കാഴ്ചകളിലേക്ക് ഒന്ന് പോയി നോക്കാം. What's your name? Faisal. Faisal. Mashallah, mashallah. Okay, Faisal. അപ്പോൾ ദാ കുട്ടികളെല്ലാവരും ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. Are you good? Good. Assalamualaikum. Assalamualaikum. Do you like this place? Yes, very good place. Very good. Fantastic place. Where are you from? Philippines. Philippines. Okay, thank you. Number one. Aywa. China. Aywa, mashallah. You're China? Yeah. Mashallah, mashallah. Okay. No problem. ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്തോ കണ്ടില്ലേ, ഒരുപാട് പാറക്കെട്ടുകൾ ഇങ്ങനെ ഉരുണ്ട് വന്നത്. ഫുള്ള് ചെറിയ വെള്ളച്ചാട്ടങ്ങൾ പോലെ ചെറിയ ഇത് ഒഴുകണ സ്ഥലമാണ്. കണ്ടോ, അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി നടന്നിങ്ങനെ പോകുമ്പോൾ വേറൊരു ഫീലാണ്. ഇതുണ്ടോ, ഫുള്ള് വെള്ളം ഇങ്ങനെ ഒലിച്ചിങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് ചെറിയ വലിയ മരങ്ങൾ, പാറക്കെട്ടുകൾ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല ക്ലിയർ വെള്ളം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറയാറുണ്ടല്ലോ എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു മലയാളി ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ മലയാളീസ് ചങ്കള് എവിടെ, നാട്ടിലെവിടെയാണ്? കോഴിക്കോട് ടീമാണ്. അപ്പൊ പട്ടാമ്പി, കോഴിക്കോട്, വളാഞ്ചേരി എല്ലാ ടീമുണ്ട്. അപ്പൊ സംഭവം കണ്ടോ, ഇവിടെ വാദിൽ അജബ് എങ്ങനെയുണ്ട്? അപ്പൊ മലയാളീസിന്റെ ഒരു വൈബ് ഒന്ന് കാണിച്ചാണ് എല്ലാരും കൂടി. അപ്പൊ അങ്ങനെ നമ്മുടെ ഗോപ്രോ ഹീറോ 8 ആദ്യമായിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കാൻ പോകുന്നുണ്ടോ. എന്താകും എന്നറിയില്ല, റെക്കോർഡ് ഓൺ തന്നെയല്ലേ, അഥവാ ചത്താല് നമുക്ക് അടിച്ചു പോയി മക്കളെന്ന് പറയാലോ. അപ്പം ഫസ്റ്റ് ആയിട്ട് ഗോപ്രോ ഇറക്കുകയാണ് വെള്ളത്തിൽ. മീനുകൾ കണ്ടിട്ടുണ്ട്, കുറച്ച് ആ മീനിന്റെ ഷോട്ട് കിട്ടുമോ നോക്കാം നമുക്ക്. അപ്പോൾ
മീനിന്റെ കുറച്ച് ഷോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്നും അറിയില്ല. എന്തായാലും ക്യാമറ ഇപ്പം അതാ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, ഇപ്പോഴും സ്റ്റിൽ വർക്കിംഗ് ആണ്. അപ്പോൾ അത് വാട്ടർ പ്രൂഫ് ആണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മളെ ക്യാമറ വെള്ളത്തിൽ മുക്കി മീനിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടു. ഇനി നമ്മളിതാ വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. How is this place? Hi, this is a very beautiful place. Welcome to Wadi Lajah. അപ്പോൾ അതാ വരുന്ന എല്ലാ ആൾക്കാരും ഒരേ സ്വരത്തിൽ പറയുന്നത് അത്രക്കും കിടലായിട്ടുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്തായാലും ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു ബ്യൂട്ടി ഒന്ന് ആസ്വദിക്കുക. അത്രക്കും കിടലായിട്ടുള്ള ഒരു ആംബിയൻസും ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ, അല്ലേ മച്ചാനെ? പിന്നെ അല്ല പൊളി സ്ഥലമാട്ടോ മച്ചന്മാരെ. ഇങ്ങോട്ട് വരാതൊക്കെ ഉണ്ട്. സംഭവം പൊളിയാണ്. ഇവിടെ ഷൂവും പാൻറ്റും ഒക്കെ നനഞ്ഞ് കുതിർന്നിട്ടുണ്ട്. ഒന്നും കുഴപ്പമില്ല. നമ്മളിപ്പോ അടുത്ത മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ സുഹൃത്തുക്കളെ, നമ്മൾ ഇവിടെ മലന്റെ മുകളിൽ എത്തിയപ്പോൾ നമുക്കിത് ഒരു മലയാളി ഫാമിലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ഇവിടുത്തെ എന്താ പറയുക വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. മലയാളികൾ തൂണിൽ തുരുമ്പ്. നിങ്ങൾ എവിടുന്ന് നാട്ടിലെവിടെയാണ്? ഞങ്ങൾ നാട്ടിൽ എറണാകുളത്ത് കളമശ്ശേരിക്ക് അടുത്താണ്. ഓക്കെ, ഇടയാറെന്ന് പറയും. ഇപ്പൊ ഇവിടെ അബഹയെന്ന് വന്നേക്കാണ്. അബഹയിലാണല്ലേ? അബഹയില് ഇവിടുന്ന് വരണം പറഞ്ഞു കുറെ നാളെ വിചാരിക്കണം, പക്ഷെ ഇന്നാണ് സാധിച്ചത്. ഓക്കെ, എന്റെ വൈഫ്, എനിക്ക് 3 കുട്ടികള്, എന്റെ മോള്, 2 മക്കള്. എങ്ങനെയുണ്ട്? ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണല്ലോ അല്ലേ? അടിപൊളി, നല്ല. പിന്നെ നല്ലൊരു വണ്ടിയൊക്കെയായിട്ട് വരേണ്ടി വരും. സാധാരണ വണ്ടി ആകുമ്പോൾ നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ വേറൊരു പോസിറ്റീവ് ആംബിയൻസ് ആണ് മൊത്തത്തിൽ. എല്ലാവരും നല്ലൊരു ഈ ഒരു ടെൻഷൻ ആയിട്ടുള്ള ബിസി ലൈഫിലൊക്കെ നമുക്കൊരു തണുപ്പാണെങ്കിൽ വെള്ളത്തിന്റെ ഒരു കിട്ടുക. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളിതാ ഒരുപാട് നടന്നിപ്പോൾ അവസാനം ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു പാറന്റെ മുകളിലേക്ക് നമുക്ക് കയറാൻ വേണ്ടിയിട്ട് കോണി, അതായത് ഒരു കയറിന്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഏണി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ മുകളിൽ കൂടെ കയറിയിട്ട് ഇനി മുകൾക്ക് കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ എങ്ങനെയുണ്ടോ? സെറ്റല്ലേ? അപ്പോൾ ഇതാ സുഹൃത്തുക്കളെ, ഇവിടെ എല്ലാവരും ഈ ഒരു പാറക്കെട്ടിന്റെ മുകളിലേക്ക് കയറുന്ന തിരക്കിലാണ്. കണ്ടോ, ആ കയറ് പിടിച്ചിട്ട് ഇങ്ങനെ കയറാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ദാ ഇതിന്റെ താഴത്തുള്ള ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങാൻ പോകണം. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പാണ്. മതി. എങ്ങനെയുണ്ട്? തണുപ്പ് സഹിക്കാൻ പറ്റില്ല, സംശയമുണ്ട്. ഇത് മൈനസ് ആണോ? സഹിക്കാൻ പറ്റണില്ല, ഫ്രീസറിനകത്ത് കയറി പോലെ. അപ്പൊ ഇതാണ് നമ്മുടെ വാദില ജബലിലെ ഏറ്റവും മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കുളിക്കാനും എന്താ പറയാ നീന്തി രസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ചെറിയൊരു കുളം. ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? इस टाइम आपको कुछ बोलना चाहिए? मेरे को ज्यादा पकड़ने का ना। जो ज्यादा पैसा दे दो, मार्केट से ले. नहीं ना, वो वाला नहीं खाना ना. वो नहीं चाहिए. For the munde, this one. I am waiting for the മുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കുളത്തുനിന്ന് കുളി കഴിഞ്ഞ് നമ്മളിങ്ങനെ വന്നപ്പോൾ വേറൊരു ടീമിനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളവിടെ നാട്ടിലെവിടെ? കണ്ണൂരാണല്ലോ. എന്താ പേര്?
ഇവിടെ എന്താ വർക്ക് ചെയ്യുന്നത്? ഹയാത്തില്ല. അപ്പോൾ അതാ മൂപ്പരുടെ കൂടെ കുറച്ച് ടീംസ് ഉണ്ട്. അവരാരും ഇവിടെ വരുന്നില്ല. ഇതൊക്കെയാണ് അവരുടെ കൂടെ വന്നിട്ടുള്ളത്. ഒരു ഹായ് പറഞ്ഞോളി. എങ്ങനെയുണ്ട് ഇവിടെ സ്ഥലം? എങ്ങനെയുണ്ട്? അടിപൊളി. ഫാമിലി ആയിട്ടും എല്ലാവർക്കും വരാൻ പറ്റിയൊരു നല്ല സ്ഥലമാണല്ലോ അല്ലേ? അപ്പോൾ ഇതാ വീണ്ടും വീണ്ടും മലയാളികൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരുപാട് മലയാളികളാണ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. കൂടാതെ എല്ലാ ടീംസും ഉണ്ട്. You have also? Yeah, mashallah. Please subscribe. Okay, yeah. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നെ. കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നെ. ഓ ഓ കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ലു പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നെ. കാതുകുത്താനെപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നെ. ഓ ഏ ആ ഓ